ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് വന്ന 2-3 ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ പ്രാവശ്യവും അച്ഛൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, എന്താണ് നീ PSC എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പം ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരുപാട് തവണ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്താൽ നിനക്ക് കിട്ടും ബെഫ്കോ LD അതൊക്കെ പോലെ. അപ്പം അതിനകത്ത് നിന്ന് ബോണസായിട്ട് തന്നെ 1,00,000 രൂപയൊക്കെ കിട്ടും. നീ വിചാരിച്ച നിനക്ക് ആ ബോണസ് കൊണ്ട് മാത്രം നിനക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ നടത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അമ്മയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ഇനി പഠിത്തത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കോളുകൾ, എനിക്ക് പല വിളികൾ ഇങ്ങനെ വരുന്നുണ്ട്, പല പല രീതിയിൽ, ഫ്രണ്ട്സ് വഴിയായാലും അമ്മയും അച്ഛനും ഒക്കെ വഴിയായാലും. അപ്പോൾ അതൊക്കെ എന്നോട് പ്രകൃതി പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനു വേണ്ടി ട്രൈ ചെയ്യണം എന്ന് ഞാനൊരു ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് പുതിയൊരു വർഷത്തിന് ഒരു നല്ല കിക്ക് സ്റ്റാർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ഫോറസ്റ്റിൽ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രക്കിങ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വരുന്ന ജനുവരി 9 മുതലാണ് ഓപ്പൺ ആവുന്നത്. അപ്പം അത് ഞാനൊന്ന് കുറിച്ചിട്ടു. അത് ചിലപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ഒരു വിളിയായിരിക്കാം. ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടെ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ആ ഡ്രീം, അഗസ്ത്യാർകൂടം പോകണമെന്ന് എനിക്ക് ഭയങ്കര ഡ്രീം ഉണ്ടായിരുന്നു. അത് കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഹസ്ബൻഡായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേറ്റ്സ് ഒക്കെ പറഞ്ഞു, ഫേസ്ബുക്കിൽ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വരുന്നോന്ന് ചോദിച്ചു. അപ്പം താല്പര്യമുണ്ട്, എങ്കിൽ ഞങ്ങൾ രണ്ടുപേരോടും അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഇതുപോലെ എന്നിലേക്ക് ഒഴുകി വന്ന ഒരു പ്രകൃതിയുടെ വിളിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് 2-3 IPO, ഗ്രോയുടെ IPO കൊടുത്തു. പിന്നെ വേറെ ഏതോ ഒരു IPO കൂടെ ഞാൻ കൊടുത്തിരുന്നു. അത് രണ്ടും കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന IPO ആണ്. പക്ഷെ എനിക്ക് രണ്ടും കിട്ടിയില്ല. അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ചാൻസാണ്. BCCLൻ്റെ ഒരു IPO വിളിച്ചിട്ടുണ്ട്. അതും ജനുവരി 9 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പം നിലവിൽ 2 ഗോളുകളായിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ രീതിയിലൊക്കെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. പിന്നെ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ എന്തൊക്കെ എഫക്ട്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതെന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.